എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരവും അത്ഭുതവും നിറഞ്ഞൊരു വാർത്തയുമായിട്ടാണ്. ഹജ്ജിന് പോവാൻ എല്ലാം റെഡിയാക്കി ഹജ്ജാജിമാർ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിന്റെ വിളി കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു റബ്ബേ എന്നുള്ള മന്ത്രവും ഉരുവിട്ടുകൊണ്ടാണ് എല്ലാ ഹജ്ജാജിമാരും മക്കയിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ലിബിയയിൽ നിന്നും അമീർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്നൊരു തീർത്ഥാടകനും കൂടി മക്കയിലേക്ക് പുറപ്പെടുകയുണ്ടായി. ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെട്ടതാണ് യുവാവ്. എന്നാൽ ഗദ്ദാഫി എന്ന പേര് പ്രശ്നമായി. അന്തരിച്ച ലിബിയൻ ഭരണാധികാരി മുഅമ്മർ ഗദ്ദാഫിയുമായി സാമ്യമുള്ള അൽ ഗദ്ദാഫി എന്ന കുടുംബ പേരാണ് പുലിവാലായത്. ലിബിയൻ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് എമിഗ്രേഷൻ കൗണ്ടറിൽ അമറിനെ തടഞ്ഞു വെച്ചു. യാത്ര തുടരാനാവില്ല എന്നവർ കർശനമായി പറഞ്ഞു. എല്ലാ തീർത്ഥാടകരും എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും ആമിറിന് മാത്രം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായി ആമിർ വിമാനത്തിലേക്ക് കയറാനായി എത്തിയപ്പോൾ സമയം വൈകി എന്ന കാരണത്താൽ പൈലറ്റ് അമീറിനെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അള്ളാഹു ആണ് നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം നൽകുന്നത്. എന്നാൽ ഇത്തവണ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ളൊരു സമയം ആയിട്ടില്ല എന്നാണ് എയർപോർട്ട് അധികൃതർ അമീറിനോട് പറഞ്ഞത്. ഞാൻ ഹജ്ജിന് നിയ്യത്തെടുത്താണ് വന്നത്. പടച്ചവൻ വിചാരിച്ചാൽ ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യുമെന്നും അമീർ അവരോട് പറഞ്ഞു. അമീർ എയർപോർട്ടിൽ തന്നെ നിന്നു. അവിടെ നിന്നും അയാൾ പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമീറിൻ്റെ കൂടെയുണ്ടായിരുന്ന ഹജ്ജാജികൾ പോയിരുന്ന വിമാനം തിരിച്ചു വരികയാണുണ്ടായത്. എന്തോ ചില സാങ്കേതിക തകരാർ മൂലം ആ വിമാനം അവിടെ ലാൻഡ് ചെയ്തു. പിന്നീട് വിമാനത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് വിമാനം പൊങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പേ അമീർ തന്നെയും കൂടി കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ പൈലറ്റ് വിസമ്മതിച്ചതിനെ തുടർന്ന് എയർപോർട്ട് അധികൃതർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ നിസ്സഹായരായി. അങ്ങനെ വീണ്ടും വിമാനം പറന്നു പൊങ്ങി. പുറത്തേക്ക് പോവാതെ അമീർ അവിടെ തന്നെ ഇരിക്കുകയാണ് ഉണ്ടായത്. പടച്ചവൻ തീരുമാനിച്ചാൽ ആർക്കും എന്നെ തടയാനാവില്ലെന്നും അമീർ പറയുകയുണ്ടായി. അപ്പോഴും നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഹജ്ജ് വിധിച്ചിട്ടില്ല എന്ന് എയർപോർട്ട് അധികൃതർ പറഞ്ഞെങ്കിലും അമീർ എവിടെയും പോവാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചു. കുറച്ച് സമയങ്ങൾക്കു ശേഷം ആ പോയ വിമാനം അതേപോലെ വീണ്ടും സാങ്കേതിക തകരാറ് മൂലം തിരിച്ചു വരികയാണ് ഉണ്ടായത്. അത് ലാൻഡ് ചെയ്ത് അതിൻ്റെ യന്ത്ര തകരാറുകളെല്ലാം മാറ്റിയതിന് ശേഷം വിമാനം പോവാൻ തുടങ്ങുമ്പോൾ പൈലറ്റിന് വളരെ മാനസികമായ വിഷമം തോന്നി. അമീറിനെയും കൂട്ടി കൊണ്ടുപോകാമെന്നായി പൈലറ്റ്. ഒടുവിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി അമീറിനെയും കൊണ്ട് വിമാനം പറന്നുയർന്നു. അമീറിനെയും കൊണ്ട് വിമാനം ഹജ്ജിനായി പുറപ്പെട്ടു. ജിദ്ദയിലെത്തിയപ്പോൾ അമീറിനെയും കൂട്ടി പൈലറ്റുമാർ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തതിന് ശേഷമാണ് അമീറിനെ അവർ യാത്രയാക്കിയത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലി ആമിറും അള്ളാഹുവിൻ്റെ അതിഥിയായി ഈ തവണത്തെ ഹജ്ജ് നിർവഹിക്കും.